വളരെ ശക്തമായ മഴ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പെയ്യില്ലെങ്കിലും നമ്മളൊക്കെ വളരെ ആശ്വാസത്തിലാണ്, പ്രത്യേകിച്ചും തെക്കൻ ജില്ലക്കാർ. ഇവിടെ മഴ പെയ്തെങ്കിലും അത്ര വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാകാത്തതിന്റെ വളരെ വലിയൊരു ആശ്വാസം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. എന്നാൽ ഇപ്പോഴും മാനം തെളിഞ്ഞെങ്കിലും മഴ മാറി നിൽപ്പുണ്ടെങ്കിലും ഇപ്പോഴും വെള്ളക്കെട്ട് മാറാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിനും. ഇതാ അവരിലേക്ക് വീണ്ടും ഒരു ഭയപ്പെടുത്തുന്ന വാർത്ത വരികയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയുണ്ട്. കടലിൽ മാത്രമല്ല കരയിലും ഇക്കുറി ന്യൂനമർദ്ദം രൂപപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കരയിലും കടലിലും ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മധ്യപ്രദേശിന് മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദം തുടരുന്നുമുണ്ട്. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. നാളെയും മറ്റന്നാളും നിലവിലെ മഴയിൽ നിന്നും കൂടുതൽ പ്രദേശങ്ങളിൽ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 14-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും, അതായത് കാപ്പിൽ മുതൽ പുഴിയൂർ വരെ, കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും, ഈ എറണാകുളത്ത് മുനമ്പം മുതൽ മറുവക്കാട് വരെയും, തൃശൂരിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും ജില്ലകളിലെ തീരങ്ങളിൽ നാളെ 13/8/2026 രാവിലെ 2:30 വരെ 1.0 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരക്കടുപ്പിക്കുന്നത്. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണെന്നും മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തീരശോഷണത്തിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്നും നാളെ മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ മഞ്ഞ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. മുന്നറിയിപ്പുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിനാണ് ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നെത്തിയ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യ ഹെലികോപ്റ്റർ ഉച്ചയോടെ നീണ്ടകരയിലേക്ക് പുറപ്പെട്ടു. CG 812 ഹെലികോപ്റ്ററാണ് പുറപ്പെട്ടത്. അമൃത ക്യാമ്പസിൽ ഒറ്റ രാത്രി കൊണ്ട് ഒരുക്കിയ ഹെലിപാഡിൽ നിന്ന് ഇന്ധനം നിറച്ച ശേഷമാണ് ഹെലികോപ്റ്റർ പറന്നു ഉയർന്നത്. ആദ്യം റൂട്ട് ക്ലിയർ ചെയ്യാൻ പോയ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഇന്ധനം നിറച്ച ശേഷം തിരച്ചിലിന് ഇറങ്ങും. മുതലപ്പുഴയിലെ തിരച്ചിലിനും ഈ 2 ഹെലികോപ്റ്റർ തന്നെയാകും ഉപയോഗിക്കുക. ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് ഇത് 13-ാം ദിവസമാണ്. ജൂലൈ 31-ന് പുലർച്ചെയാണ് ഗൗതം ഉൾപ്പെടെ 14 അംഗം സംഘം സഞ്ചരിച്ച വള്ളം നീണ്ടകര മേഖലയിൽ മറിഞ്ഞത്. അപകടത്തിൽ ഗൗതമിന്റെ മുത്തച്ഛൻ പുത്തൻതുറ പൂമുഖം വീട്ടിൽ U രാജീവ്, പിതാവ് രാധാകൃഷ്ണൻ എന്നിവർ മരിച്ചിരുന്നു. ഇനി മകനെയും കൂടെയാണ് കിട്ടാനുള്ളത് ആ കുടുംബത്തിന്. ഇതുവരെയും ആ ഒരു വിവരം അറിയാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. അച്ഛൻ, മകൻ, അതുപോലെ തന്നെ മകൻ്റെ മകൻ, അങ്ങനെ 3 തലമുറ മത്സ്യബന്ധനത്തിനാണ് പോയിരുന്നത്. പക്ഷെ ഒറ്റ ബോട്ടിൽ അവർ മൂവരും പോകുന്ന ഒരു സാഹചര്യം ഗൗതമിന് ഇതുവരെയും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. എത്രയും വേഗം അമ്മയ്ക്കൊരു ഉത്തരം ലഭിക്കണം എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അമ്മയുടെ പ്രതികരണം കേൾക്കാം.